തന്ത്രശാസ്ത്രത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. വിവിധ ശാസ്ത്രങ്ങളുടെ മേളനമാണ് തന്ത്രശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ. അതിൽ യോഗ പദ്ധതിയുണ്ട്, ഭോഗ പദ്ധതിയിൽ തന്നെ പലതും ഉണ്ട്. നൃത്തം ഉണ്ടായിരിക്കാം, അതുപോലെ പാചകകല, ആയോധനകല, വാസ്തുകല തുടങ്ങി ഈ ഭൂമുഖത്ത് എന്തെല്ലാം ഉണ്ടോ, രസതന്ത്രം എല്ലാം ഈ ഭൂമുഖത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്ത്രശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. തന്ത്രശാസ്ത്രത്തിൽ പൂജാപദ്ധതിയാണ് തന്ത്രം എന്ന് കരുതുന്ന ആളുകൾ ഇന്നും ഉണ്ട്. അതാണ് ക്ഷേത്രവും പൂജയും ഒക്കെ തന്നെയാണ്, അത് മാത്രമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇതിലുള്ള തന്ത്ര എന്ന് പറഞ്ഞാൽ വിദേശീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതൊരു സെക്സ് ആണ്, സെക്ഷൽ ലൈംഗികപരമായി എന്തോ ഒരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല, ഇതെല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല, ഇതെല്ലാമാണ് തന്ത്രശാസ്ത്രം. അപ്പൊ അതില് യോഗ പദ്ധതിയിൽ യോഗാസനങ്ങൾ, പ്രാണായാമ ക്രിയകളൊക്കെ പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ധ്യാനം, മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും ഉണ്ടായിരിക്കാം. എന്നാൽ ഇതല്ലാതെ തന്ത്രശാസ്ത്രത്തിന്റെ മുദ്ര എന്ന് പറയുന്ന ആ മേഖലയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മുദ്രകളൊക്കെ പൂജയ്ക്കും നൃത്തത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്നാണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ലേ. എന്നാൽ അങ്ങനെയല്ല. തന്ത്രത്തിന്റെ പല മുദ്രകളും രഹസ്യമാണ്. രഹസ്യം എന്ന് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന അർത്ഥത്തിലാണ്. ഇത്തരം മുദ്രകൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് വലിയ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ശക്തിമുദ്രയെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബുദ്ധിമുദ്രയെ കുറിച്ചാണ്. ജലോദ്ധാര മുദ്ര, വരുണമുദ്ര എന്നൊക്കെ ഈ മുദ്രയെ പറയും. സാധാരണ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധയില്ലാതിരിക്കുക, എത്ര ശ്രദ്ധിച്ചാലും എത്ര പഠിച്ചാലും മനസ്സിൽ നിൽക്കാതിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ബുദ്ധിമുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു അനുപാതം ക്രമപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനും ഈ മുദ്ര നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ കരൾ, കിഡ്നി സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാനും ആരോഗ്യപ്രദമാക്കാനും ഒക്കെ ഈ ഒരു മുദ്ര നമ്മളെ സഹായിക്കും. ഇതുകൂടാതെ നമ്മൾ ഈ സർപ്പദോഷങ്ങളുടെ പേരിൽ പലപ്പോഴും നമുക്ക് സ്കിന്നിനില്ലേ, തൊലിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. തൊലി ഓൾറെഡി ഈ മീനിൻ്റെ ചളുക്ക പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോരുക, അല്ലെങ്കിൽ വല്ല പാണ്ടുകൾ, ചൊറി, അതുമായി ബന്ധപ്പെട്ട മുറിവുകൾ, അങ്ങനെ സ്കിന്ന് പരമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയതിനും ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് സർപ്പദോഷങ്ങൾ മാറുന്നതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത്, ഒപ്പം ഈ സോറിയാസിസ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഒരു പ്രതിവിധിയാണ് എന്ന് കരുതി മരുന്ന് കഴിക്കേണ്ടതല്ല. ഇവിടെയും നമ്മൾ മരുന്ന് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം എന്താണോ ഈ മരുന്ന് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടേഴ്സ് എന്താണോ മരുന്ന് പറയുന്നത് അതുകൂടി സേവിച്ചുകൊണ്ട് നമ്മൾ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ത്വക്ക് സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗമാണ്. അപ്പോൾ പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന ആളുകൾ, ഇപ്പോൾ PSC ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ പല ടെസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ട് ബുദ്ധിയിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളാകുമ്പോൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഇത് ഗുണപ്രദമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ മുദ്ര പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ ചെറുവിരലും തള്ളവിരലും അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ചേർത്തിട്ടാണ് ഇത് പിടിക്കുന്നത്. അപ്പൊ ഇത് പിടിക്കുന്ന നേരത്ത് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുദ്രയായി. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ചെറുവിരലിനെ അതിൻ്റെ അറ്റത്തെ, അഗ്രത്തെ തള്ളവിരലിൻ്റെ അഗ്രം കൊണ്ട് അമർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമർത്തി പിടിക്കുമ്പോഴാണ് 3 വിരലുകൾ, ബാക്കി ശേഷിച്ച 3 വിരലുകൾ ഇങ്ങനെ നിവർന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് അറ്റം തൊട്ടിട്ടാണെങ്കിലും ഇങ്ങനെ പിടിച്ചതിന് ശേഷമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അതല്ല ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു വിരൽ ചെറുതായിട്ട്, 3 വിരൽ ചെറുതായിട്ട് മടങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പോൾ നിർത്താൻ വേണ്ടി ശ്രമിക്കാം. ഇല്ലെങ്കിൽ
ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പിടിച്ച് അതിനെ വേദനിപ്പിക്കൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ രണ്ട് കൈയിലും നമ്മൾ എന്ത് ചെയ്യുക, മുദ്ര പിടിക്കുക. എന്നിട്ടാണ് നമ്മൾ സുഖാസനത്തിൽ, ഇപ്പോൾ നമ്മൾ സുഖാസനത്തിലാണ് ഇരിക്കുന്നത്. ഈ സുഖാസനത്തിൽ കണ്ണടച്ചിരുന്ന് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, അത് എന്നിട്ട് കുമ്പിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സാവധാനം പുറത്ത് വിടും. ഇതല്ലാതെ നമുക്ക് നേരെ പത്മാസനത്തിൽ, പത്മാസനം എന്ന് പറയുമ്പോൾ നേരെ ഇതാ വലതുകാല് നേരെ ഇടതുകാലിൻ്റെ തുടയിലേക്ക് കയറ്റി വെച്ചു. അതിനുശേഷം ഇടതുകാല് വലതുകാലിൻ്റെ തുടയിലും കയറ്റി വെച്ചു. എന്നിട്ട് നേരെ നിവർന്നിരുന്നിട്ടും നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ മുദ്ര നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ചെറുവിരൽ തള്ളവിരൽ ചേർത്തു, എന്നിട്ട് ശാന്തമായിരുന്നു കണ്ണടച്ച് ശ്വാസം എടുത്തു, കുമ്പിച്ചു, ശ്വാസം പുറത്തു വിട്ടു. ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ വയറ് വീർക്കുകയാണ് വേണ്ടത്. ശ്വാസം വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് സങ്കോചിക്കണം. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പം ഇതൊരു 10 to 15 മിനിറ്റ് നിത്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോധം, ബുദ്ധി, ധിയോ യോന പ്രചോദയ, അല്ലേ, ബുദ്ധി പ്രചോദിക്കണം, ബുദ്ധി പ്രകാശിക്കണം എന്ന് പറയുന്ന ആ ബുദ്ധി പ്രകാശിച്ച് ഓർമ്മശക്തി വർദ്ധിച്ച് നമുക്ക് ഗുണമുണ്ടാവും. കൂടാതെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ആന്തരികമായിട്ട് കിഡ്നി കേരള സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെ ഇത് ഒരു ആശ്വാസം നൽകും. അസുഖങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് പറയുമ്പോൾ ഇത് മാത്രം ചെയ്യാൻ എന്നുള്ളതല്ല, ഔഷധം സേവിക്കേണ്ട സ്ഥലത്ത് ഔഷധം സേവിച്ചുകൊണ്ട് ഒപ്പം ഈ മുദ്ര കൂടി പ്രാക്ടീസ് ചെയ്യുക. മുദ്ര മാത്രമല്ല, ഔഷധം പ്ലസ് ഈ താന്ത്രികമായിരിക്കുന്ന മുദ്ര, ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ മരുന്നും മന്ത്രത്തിൻ്റെ ആ ഗുണം നമുക്ക് ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. ആരോഗ്യത്തോടു കൂടി ഇരുന്ന് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഭവിച്ചുകൊണ്ട് പരിപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും സാധ്യമാകട്ടെ. പരാശക്തി എല്ലാവർക്കും യോഗഭോഗാത്മകമായിരിക്കുന്ന നല്ലൊരു ജീവിതം, സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം എല്ലാവർക്കും അനുഗ്രഹിച്ചു നൽകട്ടെ. നമസ്തേ.